ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ പാർട്സ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചട്ടി ചൂടായി കഴിയുമ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 സ്പൂണ് മസാല ചേർത്ത് കൊടുക്കാവേ. ഇത് ഞാനിവിടെ വീട്ടിൽ അരച്ചെടുത്ത മസാലയാണ് കേട്ടോ. കാശ്മീരി മുളക്, എരിവുള്ള മുളക്, മല്ലി, കുരുമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. ഈ മസാല ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കണ്ട. എരിവിനുള്ള കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇതിൽ കുരുമുളക് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. എന്ത് മുളക് എത്ര എരിവുണ്ടെങ്കിലും അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ടെങ്കിലാണ് അതിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്സൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാല എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 1/4 ഗ്ലാസ് ചൂടുള്ള വെള്ളം മാത്രമേ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ക്രഷ് ചെയ്തിട്ടുള്ള മുളകാണേ, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. തീ കൂട്ടിയിടരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വെള്ളം ഇങ്ങനെ വരും. ഇനി നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ, അതായത് വെന്തിട്ട് വെള്ളം വറ്റുന്നത് വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്ന ആ ഭാഗം വീഡിയോയിൽ കട്ടായി പോയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ശരിക്കും ക്ലിയർ ആവാത്തത്, ക്ഷമിക്കണം. പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ആ വെള്ളം വറ്റണം. പിന്നെ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഒരുപാട് പൊടിയണ്ട, ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കാരണം കുരുമുളക് കൂടി ഉണ്ടാകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് പാർട്സിന് ടേസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ മല്ലീൻ്റെ ഇലയുണ്ടെങ്കിൽ കുറച്ച് മല്ലീൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. അപ്പം നന്നായിട്ട് ഇതേപോലെ കണ്ടോ, ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ ആകുന്നത് പോലെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് വേറെയുള്ള ഗരം മസാലയോ ഇറച്ചി മസാലയോ ഒന്നും ഇടണ്ട, ഈ ഒരു കൂട്ട് മാത്രം മതി. അപ്പം ബൈ.